രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നത് നാളെയും വിശദമായ വാദം കോടതി കേൾക്കുമെന്നാണ് അറിയുന്നത്. ഡാൻ കുര്യൻ ചേരുന്ന വിവരങ്ങളുമായി. ഡാൻ, നാളെ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ വിധി പറയുന്നുണ്ട്. വീണ്ടും വാദം വിശദമായി തന്നെ ഒരു വാദം ഉണ്ടാകുമല്ലേ? കാരണം ഇന്ന് 1.25 മണിക്കൂറോളം അടച്ചിട്ട മുറിയിൽ പ്രതിവാദങ്ങൾ ഉണ്ടാകുന്നു. അതായത് പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവുകൾ അക്കമിട്ട് നിർത്തുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ രാഷ്ട്രീയ പകവീട്ടിലാണ് എന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിക്കുന്നു. എന്താണ് നാളെ എപ്പോഴായിരിക്കും വിധി പറയുക? ഏതാണ്ട് 2 മണിക്കൂറിനോട് അടുത്ത് നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ്, പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് ഈ കേസിൽ വിധി പറയാനായി കോടതി നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. എപ്പോഴാകും വിധി പറയുക എന്ന കാര്യത്തിൽ കൃത്യമായിട്ട് സമയം അറിഞ്ഞിട്ടില്ല. ഒരുപക്ഷെ രാവിലെ 11 മണിക്ക് തന്നെ ആയിരിക്കാം. കാരണം സ്വാഭാവികമായി ഇത്തരം കേസുകളിൽ വിധി പറയാനായി മാറ്റുമ്പോൾ പരിഗണിക്കുന്നത് രാവിലെ ആദ്യം തന്നെ പരിഗണിക്കുന്ന കേസുകളുടെ കൂട്ടത്തിൽ ഇതും പരിഗണിക്കപ്പെടാനാണ് സാധ്യത. എന്തായാലും അറസ്റ്റ് തടഞ്ഞിട്ടില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് നോട്ട് ടു അറസ്റ്റ് എന്ന കാര്യം പരിഗണിക്കണം വിധി പറയുന്നത് വരെ എന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുകയും അതിൽ തുടർ പ്രതികരണങ്ങളൊന്നും കോടതിയുടെ ഭാഗത്തുനിന്ന് വരാതിരിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അന്വേഷണ സംഘം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് ഇന്ന് തന്നെ കടന്നാൽ, അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. എന്തായാലും വലിയ വാദമാണ് നടന്നത്. 2 വിഭാഗങ്ങളും കൃത്യമായി തന്നെ ഡിജിറ്റൽ തെളിവുകളും വാട്സാപ്പ് ചാറ്റുകൾ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും പെൺഡ്രൈവിൽ സേവ് ചെയ്തിരുന്ന കൈമാറിയിരുന്ന ദൃശ്യങ്ങൾ അടക്കമാണ് കൈമാറിയത്. അത് അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ജഡ്ജി പ്ലേ ചെയ്ത് കണ്ടതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കൺസെന്റോടെ നടന്ന ഒരു റിലേഷനാണ് ഇത്. അതിനെ പിന്നീട് രാഷ്ട്രീയമായി പരാതിക്കാരി ദുരുപയോഗം ചെയ്യുകയായിരുന്നുവെന്നാണ് പ്രതിഭാഗത്തിന്റെ പ്രധാനപ്പെട്ട വാദം. എന്നാൽ അതിനെ ഖണ്ഡിക്കുന്ന തരത്തിൽ ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. പ്രധാനപ്പെട്ടതായി ഈ ഗർഭചിത്രം നടത്തിയതിനു ശേഷം യുവതിക്ക് നേരിടേണ്ടി വന്ന ശാരീരികമായ വളരെ ബുദ്ധിമുട്ടുകൾ സാക്ഷ്യപ്പെടുത്തുന്ന 2 ഡോക്ടർമാരുടെ മൊഴി, അതോടൊപ്പം ശരീരത്തിൽ യുവതിക്ക് മുറിവേറ്റുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്ന ചില ചിത്രങ്ങൾ, അതോടൊപ്പം ഇതിന്റെ ആശുപത്രി രേഖകൾ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായി കോടതിയിൽ സമർപ്പിച്ചത്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുന്ന സാഹചര്യമുണ്ടായാൽ പ്രതി സമൂഹത്തിൽ ഉന്നതരുമായി ബന്ധമുള്ള പശ്ചാത്തലത്തിൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാനാവില്ല എന്ന ആവശ്യം പ്രോസിക്യൂഷൻ കോടതിയെ അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇരുഭാഗങ്ങളും ശക്തമായി തന്നെ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദിച്ചു. അതിനൊടുവിലാണ് വിധി പറയാനായി കേസ് നാളത്തേക്ക് മാറ്റിയിരിക്കുന്നത്. തീർച്ചയായും ഞാൻ സൂചിപ്പിച്ചതുപോലെ നമുക്ക് തുടക്കത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് കോടതി ഒരുപക്ഷെ വിധി പറഞ്ഞാൽ, ജാമ്യാപേക്ഷ തള്ളിയാൽ കൽപ്പറ്റയിലെ കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ കീഴടങ്ങിയേക്കുമെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും നാളത്തേക്ക് വിധി പറയാൻ മാറ്റിയതുകൊണ്ട് അത്തരമൊരു സാധ്യത ഉണ്ടായില്ലായിരിക്കാം, അല്ലേ? മാത്രമല്ല, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പോലീസ് കേരളത്തിലും അയൽ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് കർണാടകയും തമിഴ്നാട്ടിലും അടക്കം അന്വേഷണം നടത്തുന്നുണ്ട്. മറ്റേതെങ്കിലും ഈ ജാമ്യാപേക്ഷ കോടതി നിലനിൽക്കുന്നതിനാൽ നാളെ വിധി പറയുന്ന ഒരു പശ്ചാത്തലത്തിൽ അറസ്റ്റിന് എന്തെങ്കിലും തടസ്സമുണ്ടോ, ഡാൻ? ഞാനത് തന്നെയാണ് സൂചിപ്പിച്ചത്. അറസ്റ്റ് തടയണമെന്ന പ്രതിഭാഗത്തിന്റെ ആവശ്യം, വിധി പറയുന്നത് വരെ അറസ്റ്റ് തടയണമെന്ന ആവശ്യം കോടതി മുഖവിലേക്ക് എടുത്തിട്ടില്ല. അങ്ങനെയെങ്കിൽ അറസ്റ്റിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. മൈസൂരുവിലോ ബംഗളൂരുവിലോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ കഴിയുന്നു എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ അവസാനത്തെ നിഗമനം. അങ്ങനെയാണ് 2 സംഘങ്ങളായി തിരിഞ്ഞ ഈ 2 നഗരങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചത്. അതിൽ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന സൂചന അനുസരിച്ച് മൈസൂരുവിൽ രാഹുൽ ഒളിവിൽ കഴിയുകയാണ് എന്ന സൂചനകൾ ബലപ്പെടുത്തുന്ന ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ വഴിയിലേക്ക് തന്നെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കോടതിയുടെ ഭാഗത്തു നിന്ന് അറസ്റ്റ് വിധി പറയുന്നത് വരെ പാടില്ല എന്ന പരാമർശങ്ങൾ ഉണ്ടാകാത്ത പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇനി അതൊരു കോടതി ലക്ഷ്യമായി വ്യാഖ്യാനിക്കപ്പെടില്ല എന്ന് അന്വേഷണ സംഘത്തിന് ഉറപ്പ് ലഭിച്ചിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഇച്ചിരിയുടെ തിടുക്കത്തിൽ കാര്യങ്ങൾ മാറിയേക്കാം. അങ്ങനെയെങ്കിൽ രാഹുലിനെ പിടികൂടാനുള്ള ഒരു പരിശോധന വ്യാപകമാക്കുമെന്ന് തന്നെയാണ് സൂചന. എന്തായാലും രാഹുലിനോടൊപ്പം ഈ കേസിൽ കൂട്ടുപ്രതിയായ ജോബി ജോസഫിന് വേണ്ടിയുള്ള തെരച്ചിലും തുടരുകയാണ്. ജോബ് രാഹുലിനൊപ്പം ഉണ്ടോ എന്ന കാര്യത്തിലും അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. ഇത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനയാണ് നടക്കുന്നത്. എന്തായാലും ഈ മുൻകൂർ ജാമ്യം
തള്ളാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു നീക്കം നടത്തിയത് എന്ന സൂചനകളാണ് പുറത്തു വന്നത്. പക്ഷേ വിധി പറയാനായി മാറ്റിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനിയുള്ള രാഹുലിന്റെ നീക്കങ്ങളും നിർണായകമാകും. കാരണം നിയമപരമായി പോലീസ് എവിടെ നിന്നെങ്കിലും രാഹുലിനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് കോടതിയിൽ ഹാജരാക്കി പിന്നീട് റിമാൻഡിലേക്ക് പോവുകയായിരിക്കും സംഭവിക്കുക. അത് തടയാനുള്ള ഒരു നീക്കമാണ് രാഹുൽ നടത്തിയത്. അതുകൊണ്ടാണ് ഏത് വിധേനയും ജാമ്യം ലഭിക്കണം എന്ന ഒരു വാശിയിൽ അതിനുവേണ്ടിയുള്ള നീക്കങ്ങളുമായി രാഹുൽ മുമ്പോട്ട് പോയത്. എന്തായാലും കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ശക്തമായ വാദമുഖങ്ങളാണ് കോടതി മുമ്പാകെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇതൊരു രാഷ്ട്രീയ ഗൂഢാലോചനയാണ്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കാനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടുള്ള ഗൂഢാലോചനയെ തുടർന്നാണ് ഇങ്ങനൊരു പരാതി ഉയർന്നു വന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരത്തെ തന്നെ വാർത്തകളിൽ വന്നിട്ടും അപ്പോഴൊന്നും പരാതി പറയാതിരുന്ന യുവതി ഈ പരാതി പറയാനായി ഈ സമയം തെരഞ്ഞെടുത്തതിന് പിന്നിൽ രാഷ്ട്രീയ താൽപര്യമുണ്ട് എന്ന തരത്തിലുള്ള ശക്തമായ വാദമുഖങ്ങളാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. പക്ഷേ അത് ഖണ്ഡിക്കുന്ന തരത്തിലുള്ള കൃത്യമായ തെളിവുകൾ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കോടതിക്കത് കണക്കിലെടുക്കാതെ മുഖവിലക്കെടുക്കാതെ ഇതിൽ വിധി പറയാനാവില്ല. ആ പശ്ചാത്തലത്തിലാണ് ഈ വാദങ്ങളും ഒപ്പം കൈമാറിയ തെളിവുകളും വിശദമായി പരിശോധിച്ചതിന് ശേഷം വിധി പറഞ്ഞാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി എത്തിയിരിക്കുന്നത്. നാളെ അങ്ങനെയാണെങ്കിൽ ഈ കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ നാളെ കോടതി വിധി പറയും.